Dear students, once again welcome back to plus one zoology class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹിസ്റ്റോളജി ഓഫ് ഹ്യൂമൻ ഗട്ട് അതായിരുന്നു അവസാനത്തെ ഭാഗം. നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടാണ് ഇനി നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. കാരണം സ്റ്റുഡൻസ് എല്ലാം തന്നെ എക്സാം ഓറിയന്റഡ് ആയി മെയിനായിട്ട് ഫോക്കസ് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരവസ്ഥയിൽ ആ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിരിക്കുന്ന ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും നല്ലതെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോളജി ഓഫ് ഹ്യൂമൻ ഗട്ട് എന്നുള്ള ആ ഭാഗം നമ്മളത് ഫോക്കസ് ഏരിയയിൽ നോക്കിയാൽ ലെയേഴ്സ് ഇൻ ദി വാൾസ് ഓഫ് എലമെന്ററി കനാൽ എന്ന്, എലമെന്ററി കനാലിന്റെ വാൾസിൽ കാണാൻ കഴിയുന്ന ലെയേഴ്സ് ഏതൊക്കെയെന്നാണ്. അവയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സിറോസ, അതേപോലെ തന്നെ മസ്കുലാരി, സബ്മ്യൂക്കോസ, മ്യൂക്കോസ എല്ലാം. അതിനുശേഷം ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് പോകുമ്പോൾ ഡൈജഷൻ ഓഫ് ഫുഡിലേക്ക് ഡയറക്റ്റ് വരികയാണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയുന്ന ഡൈജസ്റ്റീവ് ഗ്ലാൻസിനെ കുറിച്ച് തൽക്കാലം നമ്മൾ ഫോക്കസ് ഏരിയയിൽ വിസ്മരിക്കാം. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ഡിസ്കഷന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിന്റെ സുഗമമായ കാര്യത്തിന് വേണ്ടിയിട്ട് അതത് സമയങ്ങളിൽ ഞാൻ ആ ഗ്ലാൻസ് പരിചയപ്പെടുത്തുകയും ആ ഗ്ലാൻസും അതേപോലെ തന്നെ അവയുടെ സെക്രീഷൻസും നിങ്ങളോട് പറയുകയും ചെയ്യും. സോ വളരെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ മനസ്സിലാക്കുക. സാധാരണ പോലെ തന്നെ നോട്ട്സൊക്കെ എഴുതിക്കൊണ്ട് ഇതൊന്നുകൂടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കണം. കാരണം ഇതെന്തായാലും എക്സാമിന് വരാനുള്ള സാധ്യത നിങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ എങ്ങനെയാണ് വരാമെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ നോട്ട്സൊക്കെ എഴുതിക്കൊണ്ട് പോകാം. അപ്പൊ നമുക്ക് അടുത്ത, അതായത് ലെയേഴ്സ് ഓഫ് എലമെന്ററി കനാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഡൈജഷൻ ഓഫ് ഫുഡ്. അതിൽ തന്നെ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമാണ്. ഞാനത് കൃത്യമായിട്ട് ആ ഭാഗം മാത്രം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നീട് അവസാനം ഈ ചാപ്റ്ററിൽ ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം കൂടെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഡൈജഷൻ ഓഫ് ഫുഡ്, അപ്പൊ യഥാർത്ഥത്തിൽ ഡൈജഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാം ഡൈജസ്റ്റീവ് ജ്യൂസസ് വേണം. അപ്പൊ ഈ ഡൈജസ്റ്റീവ് ജ്യൂസസിനെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസിനെ വിളിക്കുന്ന പേരാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ്. ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആയിട്ട് സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, അത് നമുക്ക് സ്റ്റൊമക്കിൽ കാണാൻ കഴിയുന്ന ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്, ഇൻറ്റസ്റ്റൈനിൽ കാണാൻ കഴിയുന്ന ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസ് ഉണ്ട്. ഇവ കൂടാതെ ലിവറും പാൻക്രിയാസും ഒക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആണ്. അപ്പൊ ഇവയിൽ നിന്നെല്ലാം തന്നെ ഉണ്ടാകുന്ന ഡിഫറെന്റ് സെക്രീഷൻസ് ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഫുഡ് ഐറ്റംസിന്റെ ഡൈജഷൻ പോസിബിൾ ആകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സെക്രീഷൻസും അവയിൽ അടങ്ങിയിരിക്കുന്ന എൻസൈംസ് ഒക്കെ ഈ ഡിസ്കഷനിൽ വരും. നമ്മൾ ആ ഡിസ്കഷനിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്ത് പോകാനും പറ്റും. ഓക്കെ, ഏതായാലും ഈ ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന ഭാഗത്ത് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ഫങ്ഷൻസ് ഓഫ് മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ്. അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ കാണാൻ കഴിയുന്ന മ്യൂക്കസിന്റെയും സ്റ്റൊമക് വാളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ബൈകാർബണേറ്റ് അയോൺസിന്റെയും ഫങ്ഷൻസ് എന്തെന്നതാണ് ഈ ഒരു ഭാഗം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു പാൻക്രിയാസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ബോഡിയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ്, ആ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട്. അതിനകത്തുള്ള എൻസൈംസിന്റെ പ്രത്യേകത, അവ ഇനാക്റ്റീവ് എൻസൈംസ് ആണ്. അതെങ്ങനെയാണ് ആക്റ്റീവായി പ്രവർത്തിക്കുന്നത്, ഏതൊക്കെയാണ് ഇനാക്റ്റീവ് എൻസൈംസ്, അത്തരം കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുക. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഡൈജഷൻ ഓഫ് ഫുഡ് നമ്മൾ പറയുന്നില്ല, അതിലെ ചില കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ മാത്രമേ ഇപ്പൊ ചർച്ച ചെയ്യുന്നുള്ളൂ. എന്നാൽ ഏറെക്കുറെ നിങ്ങൾക്കൊരു ഐഡിയ ലഭിക്കുന്ന രൂപത്തിൽ ഞാൻ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോയി ചെയ്യും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ഗോബ്ലെറ്റ് സെൽസ്. ഇത് ആക്ച്വലി ഡിസ്കസ് ചെയ്യേണ്ടത് ഇൻറ്റസ്റ്റൈനിൽ കാണാൻ പറ്റുന്ന സെൽസ് ആണ്. ഗോബ്ലെറ്റ് സെൽസ് മെയിൻ ആയിട്ട് എലിമെന്ററി കനാലിന്റെ പല ഭാഗങ്ങളിലും കാണാമെങ്കിലും മെയിൻലി കാണാൻ കഴിയുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ആ ഗോബ്ലെറ്റ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ആണ് അവ, നമുക്ക് ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനെ ജനറലി നമ്മൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ കളക്റ്റീവ് സെക്രീഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് സക്കസ് എൻറ്ററിക്കസ്. ഈ സക്കസ് എൻറ്ററിക്കസിൽ എന്തൊക്കെ എൻസൈംസ് അല്ലെങ്കിൽ അവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് ചർച്ച ചെയ്യാനുള്ളത്. ഡൈജഷൻ ഓഫ് ഫുഡ് എന്നുള്ള ഭാഗത്ത് ഫോക്കസ് ഏരിയയിൽ വരുന്ന പ്രധാന ഹെഡിങ്സ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ഫങ്ഷൻസ് ഓഫ് മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ്. ഫങ്ഷൻസ് ഓഫ് മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ്. ഇവിടെ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ സ്റ്റൊമക്കിൽ, നമുക്കറിയാം സ്റ്റൊമക്കാണ് നമ്മുടെ ജെ ഷേപ്ഡ് സ്റ്റൊമക്ക്. സ്റ്റൊമക്കിന്റെ വോൾസിൽ കാണാൻ കഴിയുന്ന ഗ്ലാൻസ് ഉണ്ട്. സ്റ്റൊമക്ക് ഗ്ലാൻസിനെ വിളിക്കുന്ന പേര് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്നാണ്. ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ അവയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന മ്യൂക്കസിനെ കുറിച്ചും ബൈകാർബണേറ്റ് അയോൺസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗ്യാസ്ട്രിക് ഗ്ലാൻസിന്റെ സെക്രീഷൻസിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാം. അവിടെ നമുക്ക് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ്, ഓരോ ഗ്ലാൻസും സെക്രീറ്റ് ചെയ്യുന്ന
സെക്രീഷൻസിന് നമ്മൾ പലപ്പോഴും അങ്ങനെ വിളിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ഗ്യാസ്ട്രിക് ജ്യൂസ്, ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോ സ്റ്റൊമക്കിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഹൈലി അസിഡിക് ആണ്. എന്താണ് അതിന്റെ അസിഡിറ്റിയുടെ കാരണം? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. വളരെ സ്ട്രോങ് ആയ ഹൈഡ്രോക്ലോറിക് ആസിഡ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്റ്റൊമക്കിലെ pH-നെ 1.8 to 2 അല്ലെ, ആ രൂപത്തിലേക്ക് താഴ്ത്തി കൊണ്ടുവരാൻ കഴിയുന്ന ആസിഡ് ആണ് ആര്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസിൽ സ്വാഭാവികമായിട്ടും ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റൊമക്ക് വാള് തന്നെ അല്ലെ ഓട്ടോ ഡൈജഷന് വിധേയമാകാൻ സാധ്യതയില്ലേ? അതായത് സ്വയം നശീകരണത്തിന് വിധേയമാകാൻ സാധ്യതയില്ലേ? അല്ലെ, അങ്ങനെയുള്ള ഒരു സാധ്യത എങ്ങനെയാണ് എന്താ പറയാ അവിടെ പ്രിവെന്റ് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ മ്യൂക്കസിന്റെയും അതേപോലെ തന്നെ ബൈകാർബണേറ്റ് അയോൺസിന്റെയും റോൾ നമ്മൾ മനസ്സിലാക്കി തരുന്നത്. എവിടെ നിന്ന് ഈ ബൈകാർബണേറ്റ് അയോൺ വരുന്നു അല്ലെ, അതേപോലെ തന്നെ മ്യൂക്കസ് വരുന്നു ഒക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകേണ്ടി വരും. അതായത് സ്റ്റൊമക്കിൽ കാണാൻ കഴിയുന്ന ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് തന്നെ വ്യത്യസ്തമായ സെൽസ് ഉണ്ട്. അവിടെ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രത്യേകതരം സെൽസ് ഉണ്ട്. അതേപോലെ തന്നെ എൻസൈംസ് സെക്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സെൽസ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് സെൽസ് ഉണ്ട്. ഞാൻ അതിന്റെ എന്താ പറയാ ടെക്നിക്കൽ ടേംസിലേക്ക് പോയിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഇവയെല്ലാം നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. ഏതായാലും ദ മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ്സ് പ്രസന്റ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്, അവയുടെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? ദേ പ്ലേ എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ലൂബ്രിക്കേഷൻ. മ്യൂക്കസിന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? ലൂബ്രിക്കേഷൻ ആണ്. അത് കൂടാതെ മറ്റൊന്ന് ചെയ്യുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദ മ്യൂക്കോസൽ എപ്പിത്തീലിയം. അതായത് സ്റ്റൊമക്കിനകത്തെ മ്യൂക്കോസൽ എപ്പിത്തീലിയം, നിങ്ങൾ ലേയേഴ്സ് പഠിച്ചത് വെറുതെ അല്ല. മ്യൂക്കോസ് അല്ലെ, മ്യൂക്കോസൽ എപ്പിത്തീലിയം എവിടെയാണ് ഉണ്ടാകുക എന്ന് മനസ്സിലാക്കാം നമുക്ക്. അതായത് ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന ലെയർ ആണല്ലോ മ്യൂക്കോസ. ആ എപ്പിത്തീലിയത്തെയാണ് മ്യൂക്കോസൽ എപ്പിത്തീലിയം എന്ന് വിളിക്കുന്നത്. ആ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരുന്നു. എവിടെ നിന്ന്? ഞാൻ പറഞ്ഞു, അവിടെ തന്നെ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഹൈലി കോൺസെൻട്രേറ്റഡ് ആയ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യണം ഫ്രം ഡാമേജ് ബൈ ഹൈലി കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ മ്യൂക്കസിന്റെയും ബൈകാർബണേറ്റ് അയോണുകളുടെയും റോള് മനസ്സിലാക്കാം. അപ്പൊ ചോദ്യം വന്നേക്കാം, അവിടെ നിന്നാണ് സാർ ഈ ബൈകാർബണേറ്റ് അയോൺ അവിടെ വരുന്നത് അല്ലെ? അത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്റ്റൊമക്കിനകത്ത് തന്നെയുള്ള ആ ഗ്ലാൻസിൽ, സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ പരൈറ്റൽ സെൽസ് എന്നറിയപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന സെല്ലിൽ തന്നെ ഹൈഡ്രജൻ റിലീസ് ചെയ്യപ്പെടും. ആ ഹൈഡ്രജൻ നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നിട്ടാണ് അത്രേ ബൈകാർബണേറ്റ് അയോണായി മാറുന്നത്. അതൊക്കെ അതിന്റെ എക്സ്ട്രീം അല്ലെങ്കിൽ എന്താണ് അടുത്ത തലങ്ങളാണ്. നമ്മൾ തൽക്കാലം അങ്ങനെ അല്ലെ ആലോചിക്കണമെന്നില്ല. എന്നിരുന്നാലും ഒരു ചിന്ത ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് ഈ ബൈകാർബണേറ്റ് അയോൺ വന്നു എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യാൻ കഴിയുന്ന പെരൈറ്റൽ സെൽസിന് H+ അയോൺസുകളെ റിലീസ് ചെയ്യാൻ പറ്റും. ആ H+ അയോണുകളെ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് കൂടിച്ചേരുന്നു. അങ്ങനെ ബൈകാർബണേറ്റ് അയോൺ ആയി മാറുന്നു. അതേപോലെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സെൽസ് ഉണ്ട്. അപ്പൊ മ്യൂക്കസ് ഉണ്ടാകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ടത് മ്യൂക്കസിന്റെ ഒരു തിക്ക് കോട്ടിംഗ് അവിടെ ഉണ്ട്. അപ്പൊ മ്യൂക്കസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ആ മ്യൂക്കസിന്റെ പ്രൊട്ടക്ഷൻ കൊണ്ട് സ്വാഭാവികമായിട്ടും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ആക്ടിവിറ്റിയിൽ നിന്ന് മ്യൂക്കോസൽ എപ്പിത്തീലിയം പ്രൊട്ടക്റ്റഡ് ആയി മാറുന്നു. അതോടൊപ്പം തന്നെ ബൈകാർബണേറ്റ് അയോണുകൾ എന്ന് പറയുന്ന സമയത്ത് അവിടെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അസിഡിറ്റിയെ അല്പമെങ്കിലും ന്യൂട്രലൈസ് ചെയ്യാനും സഹായിക്കുന്നു. ഈ കാരണങ്ങളാണ് അല്ലെങ്കിൽ ഈ ഒരു ഫങ്ഷൻസ് ആണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പറയുന്ന ഫങ്ഷൻസ് ഓഫ് മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ് അയോൺ ഓർത്തു വെക്കേണ്ടത്. അപ്പൊ മ്യൂക്കസും ബൈകാർബണേറ്റ് അയോൺ എന്താ ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് ജ്യൂസിൽ അവ പ്രസന്റ് ആണ്. അവയുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞാൽ ലൂബ്രിക്കേഷൻ ആണ്. ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ഈസി ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകാൻ സഹായിക്കുക. അതാണ് ഈ ലൂബ്രിക്കേഷൻ. ഓക്കെ, ആ ലൂബ്രിക്കേഷൻ നമുക്ക് ഈസോഫാഗസിലും സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലും ഒക്കെ വേണം. ആ ലൂബ്രിക്കേഷൻ ആവശ്യമുണ്ട് കേട്ടോ. എന്നാൽ മാത്രമേ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ ഈസി ആയിട്ട്, ഈവൻ വേസ്റ്റ് മെറ്റീരിയൽ പോലും ഈസി ആയിട്ട് പോകുന്നത് മ്യൂക്കസിന്റെ സഹായത്തോടു കൂടിയാണ്. രണ്ടാമതായിട്ട് പ്രൊട്ടക്ഷൻ ആണ് മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിന്റെ. എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരുന്നത്? ഹൈലി കോൺസെൻട്രേറ്റഡ് ആയ ഹൈഡ്രോക്ലോറിക് ആസിഡ് മ്യൂക്കോസൽ എപ്പിത്തീലിയത്തെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഡാമേജ് ഒഴിവാക്കാനുള്ള പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ ഫോക്കസ് ഏരിയ. നമ്മൾ ഡൈജഷൻ ഓഫ് ഫുഡ് എന്നുള്ള ഭാഗത്തുള്ള ഫോക്കസ് ഏരിയയിലെ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ഓർത്തു വെക്കാനുള്ളത്. ആർ യു ക്ലിയർ വിത്ത് ദ ടോപ്പിക് ദാറ്റ് ഐ ഡിസ്കസ്ഡ്? യു ക്യാൻ റെസ്പോണ്ട് നൗ.
അപ്പോൾ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഒന്നാമത്തെ ടോപ്പിക്, അതായത് ഞാൻ ഡൈജഷൻ ഓഫ് ഫുഡ് എന്നുള്ള ഭാഗത്തുള്ള ഫസ്റ്റ് ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ബൈകാർബണേറ്റ് അയോൺസിന്റെയും അതേപോലെ തന്നെ അവിടെയുള്ള മ്യൂക്കസിന്റെയും ഫംഗ്ഷൻ എന്താണെന്ന്. ഇനി നമുക്ക് ആ ഫോക്കസ് ഏരിയ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണാൻ കഴിയുന്ന ഇനാക്റ്റീവ് എൻസൈംസ് ഏതൊക്കെയാണ് അല്ലെ? ആ ഇനാക്റ്റീവ് എൻസൈംസിന്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഏതായാലും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനില്ല. ആക്ച്വലി നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ ആ എൻസൈംസിന്റെ പേര് മാത്രമേ ഓർത്തു വെക്കാനുള്ളൂ. ഞാൻ എന്നിരുന്നാലും ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പരിചയപ്പെടുത്താം. പാൻക്രിയാറ്റിക് ജ്യൂസ് എന്നത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജ്യൂസ് ആണ്. പാൻക്രിയാസിന്റെ റോൾ എന്ന് പറയുന്നത് ഡൈജസ്റ്റിൽ വളരെ പ്രധാനമാണ്. അത് മനസ്സിലാക്കി വെക്കാം നമുക്ക്. ഏതായാലും ഈ പാൻക്രിയാസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് അടുത്ത ഫോക്കസ് ഏരിയ നമ്മളോട് ഡിസ്കസ് ചെയ്ത് വരാൻ പോകുന്നത്. സോ ഇനാക്റ്റീവ് എൻസൈംസ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്. നമുക്കറിയാം പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ എവിടെയാ? നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് പിക്ചർ കാണാം. ഇത് ആക്ച്വലി ഈ ഒരു ഗ്ലാൻഡ് ഇരിക്കുന്നത്, പാൻക്രിയാസ് എന്നുള്ള ഗ്ലാൻഡ് ഇരിക്കുന്നത്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ബോഡിയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണിത്. അതായത് ലാർജസ്റ്റ് ഗ്ലാൻഡ് ലിവർ ആണ്, യുനോ. അപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ഈ പാൻക്രിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിന് താഴെ. നിങ്ങൾ എലിമെന്ററി കനാൽ പഠിക്കുന്ന സമയത്ത് ഡിയോഡനത്തിന്റെ ഒരു സി ഷേപ്ഡ് കേവ് ഉണ്ട്. ആ കേവിന്റെ ഭാഗത്ത് ഇങ്ങോട്ടേക്ക് സ്റ്റൊമക്കിന് താഴെയായിട്ടാണ് ഇവന്റെ എന്താ പറയുക ലൊക്കേഷൻ. ഈ പാൻക്രിയാസിൽ നിന്ന് ഒരു ഡക്റ്റ് ഇങ്ങനെ വന്നിട്ട്, ഒന്നുകൂടെ ആലോചിക്കണേ, പാൻക്രിയാസിൽ ഒരു ഡക്റ്റ് ഇങ്ങനെ വന്നിട്ട് അത് ലിവറിൽ നിന്ന് വരുന്ന ഡക്റ്റുമായി കൂടിച്ചേർന്നിട്ട് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് എന്ന രൂപത്തിലാണ് ഡിയോഡിനത്തിലേക്ക്, ഞാൻ പറയുന്ന ഓർമ്മിക്കുക, ഡിയോഡിനം. എവിടെയാണത്? ഡിയോഡിനം മീൻസ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അവിടേക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡിയോഡനത്തിൽ നടക്കുന്ന ഡൈജഷന്റെ വളരെ പ്രധാനപ്പെട്ട റോൾ ആർക്ക് നിർവഹിക്കാനുണ്ട്? നമ്മുടെ പാൻക്രിയാസിന് നിർവഹിക്കാനുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കണം അല്ലെ? എന്നിട്ട് മതി നമുക്ക് അവിടെയുള്ള എന്താ പറയാ ഇനാക്റ്റീവ് എൻസൈംസിനെ കുറിച്ച് പറയാൻ. അപ്പൊ നിങ്ങൾക്ക് പ്രാഥമികമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെക്കാം. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതാ പാൻക്രിയാസ്, ആ പാൻക്രിയാസും ഡിയോഡനവും, ഇതാ പാൻക്രിയാസ് വരുന്ന ഡക്റ്റ് ആണിത് അല്ലെ? ഈ ഡക്റ്റ് ആക്ച്വലി മുകളിൽ നിന്ന് വരുന്ന ലിവറിന് വരുന്ന ഡക്റ്റുമായിട്ട് കൂടിച്ചേർന്നിട്ട് എന്നിട്ടാണ് ഇവിടേക്ക് ഓപ്പൺ ചെയ്യപ്പെടുക. ഓക്കെ, ഇവിടേക്ക് ഓപ്പൺ ചെയ്യപ്പെടുക. ഇതൊക്കെ എന്റെ ഒരു പ്രത്യേകതയാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ഓർത്തു വെക്കേണ്ടത്, പാൻക്രിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇൻസുലിനെയും ഗ്ലൂക്കോഗോണിനെയൊക്കെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗ്ലാൻഡ് കൂടിയാണ്. അതൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അവസാനത്തെ ചാപ്റ്ററിൽ അത് പറയാം. ഏതായാലും അത്തരത്തിലുള്ള പ്രാഥമികമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെച്ചുകൊണ്ട് ഇത് നമുക്ക് ഫോക്കസ് ഏരിയയിലേക്ക് വരാം. ഇനാക്റ്റീവ് എൻസൈംസ് ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഏതൊക്കെയാണ്? The pancreatic juice contains some of the following inactive enzymes. ഇവിടെയാണ് പ്രത്യേകത ഓർമ്മിക്കേണ്ടത്. ചില എൻസൈമുകൾ ഡൈജഷന് വേണ്ടി സെക്രീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ ആക്റ്റീവ് ആയിരിക്കും. അത് ആക്റ്റീവ് എൻസൈംസ് ആണ്. എന്നാൽ മറ്റ് ചിലവ അല്ലെ, അവയുടെ പ്രത്യേകത എന്താണ്? അവ ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് ആണെങ്കിൽ അവയെ മറ്റെന്തെങ്കിലും വന്നിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അത് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങുള്ളൂ. ഞാൻ ഈ ഇനാക്റ്റീവ് എൻസൈംസിനെ കുറിച്ച് നിങ്ങളുടെ ആ പേര് പറയുമ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇനാക്റ്റീവ് ആണോ എന്ന് പറയാനുള്ള ഒരു കുറുക്ക് വഴി കൂടെ പറഞ്ഞുതരും. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇവിടെ നോക്കുക നിങ്ങൾ, ട്രിപ്സിനോജൻ, രണ്ടാമതായിട്ട് കൈമോട്രിപ്സിനോജൻ, ഒരെണ്ണം കൂടെ പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. ഈ മൂന്ന് ഇനാക്റ്റീവ് എൻസൈമുകളാണ് ആര് പ്രധാനമായിട്ട് ഉത്പാദിപ്പിക്കുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസ് ഉത്പാദിപ്പിക്കുന്നത്. ഇപ്പൊ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ആക്ച്വലി ആക്റ്റീവ് എൻസൈംസ് ഉണ്ട്. അമിലോപ്സിൻ പോലുള്ള ലിപ്പേസ് പോലുള്ള എൻസൈംസ് ഒക്കെ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ പറയാനുള്ളത് ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഇനാക്റ്റീവ് എൻസൈംസിനെ കുറിച്ചാണ്. ഈ മൂന്ന് എൻസൈംസിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവ ഇനാക്റ്റീവ് ആണെങ്കിലും ഇവ ആക്റ്റീവായി മാറിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡൈജഷനെയാണ് സഹായിക്കുക. ഞാൻ പറഞ്ഞു എൻസൈംസ് ഇനാക്റ്റീവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കുറുക്കു വഴിയുണ്ടെന്ന്. അതായത് എൻസൈമുകളുടെ കൂടെ എൻസൈംസിന്റെ പേര് പറയുന്ന സമയത്ത് അവയുടെ അവസാനത്തിൽ ജെൻ എന്നോ, കണ്ടില്ലേ, ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, ഇനി തുടക്കത്തിൽ പ്രോ എന്നോ വന്നു കഴിഞ്ഞാൽ അവ ഇനാക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കും. അപ്പൊ എന്താ പറഞ്ഞത്? എൻസൈമിന്റെ പേരിനൊപ്പം അവസാനത്തിൽ ജെൻ എന്നോ അല്ലെ, അല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് പ്രോ എന്നോ വന്നാൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇനാക്റ്റീവ് എൻസൈം എന്നതിന്റെ സൂചനയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പിന്നെ പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് അല്ലെ. അപ്പൊ അടുത്തൊരു ചോദ്യം, ഇവ ആക്റ്റീവ് ആയാൽ എന്തായിരിക്കും പേര്? വളരെ സിമ്പിൾ ആണ്. ആ ജെൻ ഒഴിവാക്കുക, പ്രോ ഒഴിവാക്കുക. അപ്പൊ ട്രിപ്സിനോജൻ ആക്റ്റീവ് ആയാൽ ട്രിപ്സിൻ ആകും. കൈമോട്രിപ്സിനോജൻ ആക്റ്റീവ് ആയാൽ കൈമോട്രിപ്സിൻ ആകും. പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് ആക്റ്റീവ് ആയാൽ കാർബോക്സി പെപ്റ്റിഡേസ് ആകും. പ്രോ ഒഴിവാക്കണം. ട്രിപ്സിനോജനെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത്
എൻഡിറോകൈനേസ് എന്നറിയപ്പെടുന്ന മറ്റൊരു എൻസൈമിനാണ്. എങ്ങനെ? എൻഡിറോകൈനേസ്. അപ്പൊ അത് എവിടുന്ന കിട്ടുക? അത് ഇന്റസ്റ്റൈനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതായത് പാൻക്രിയാസ് പോയിട്ട് ഓപ്പൺ ചെയ്യപ്പെടുന്നത് എങ്ങോട്ടേക്കാണ്? ഡിയോഡിനത്തിലേക്കാണ്. ഡിയോഡിനം ആരാണ്? ഇന്റസ്റ്റൈന്റെ പാർട്ടാണ്. അവിടെ ആരുണ്ട്? എൻഡിറോകൈനേസ് ഉണ്ട്. അപ്പൊ എൻഡിറോകൈനേസ് എന്ത് ചെയ്യുന്നു? ട്രിപ്സിനോജനെ ആക്റ്റീവ് ആക്കി മാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞില്ലേ, ജനനം ഒഴിവാക്കി ട്രിപ്സിനായി, അല്ലെ? ആക്റ്റീവായിട്ട് ട്രിപ്സിനായി മാറി. ഇനി ഈ ട്രിപ്സിൻ എന്താ ചെയ്യാന്നറിയോ നിങ്ങൾക്ക്? ഈ ട്രിപ്സിന്റെ പണിയാണ് കൈമോട്രിപ്സിനോജനെയും പ്രോകാർബോക്സി പെപ്റ്റിഡേസിനെയും ആക്റ്റീവ് ആക്കി മാറ്റുക. അപ്പൊ കൈമോട്രിപ്സിനോജൻ കൈമോട്രിപ്സിനായും പ്രോകാർബോക്സി പെപ്റ്റിഡേസ് കാർബോക്സി പെപ്റ്റിഡേസും ആക്കിയിട്ട് മാറും. ആരുടെ പണി കൊണ്ട്? ട്രിപ്സിൻ കൊണ്ട്. അപ്പൊ നമുക്ക് അവസാനമായിട്ട് ആരൊക്കെ കിട്ടുമെന്നറിയോ? ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്. ഇവ മൂന്നും ചേർന്നാണ് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് ഡൈപെപ്റ്റൈഡുകൾ, 2 അമിനോ ആസിഡുകൾ മാത്രമുള്ള പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത്. അതാണ് ആക്ച്വലി സംഭവിക്കുന്ന കാര്യം. ഡൈജസ്റ്റിൽ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഏതായാലും ഈ ഇനാക്റ്റീവ് എൻസൈംസിനെ കുറിച്ച് മാത്രം ചോദിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മണ്ടയിൽ കയറ്റി വെക്കുക. എന്നിരുന്നാലും എക്സാമിന് വേണ്ടി പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് സംഭവിക്കുന്ന കാര്യം ഇതാണ്. നമ്മുടെ കയ്യിൽ ട്രിപ്സിനോജൻ ആണുള്ളത്. ഇതിനകത്തേക്ക് എൻഡിറോകൈനേസ് വരും. എവിടുന്ന എൻഡിറോകൈനേസ് വരുന്നത്? ഇന്റസ്റ്റൈനിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? ട്രിപ്സിൻ ആകും. ഇനി എന്താ പണി? ഈ ട്രിപ്സിൻ പോയിട്ട് കൈമോട്രിപ്സിനോജനെ ആരാക്കും? കൈമോട്രിപ്സിൻ ആക്കി മാറ്റും. ഇതേ ട്രിപ്സിൻ തന്നെ പോയിട്ട് പ്രോകാർബോക്സി പെപ്റ്റിഡേസിനെ കാർബോക്സി പെപ്റ്റിഡേസ് ആക്കി മാറ്റും. അപ്പൊ നമുക്ക് ട്രിപ്സിൻ കിട്ടും, കൈമോട്രിപ്സിൻ കിട്ടും, കാർബോക്സി പെപ്റ്റിഡേസ് കിട്ടും. ഇവ മൂന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്റസ്റ്റൈനിലേക്ക് എത്തിച്ചേരുന്ന പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ, ഫുള്ളി ഡൈജഷൻ അല്ല, ഡൈപെപ്റ്റൈഡ് വരെ ആക്കാൻ വേണ്ടി ആർക്ക് പറ്റും? ഈ 3 എൻസൈമുകൾക്ക് കഴിയും. ഇതാണ് ഇനാക്റ്റീവ് എൻസൈംസ് ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ്. അപ്പൊ ഡൈജഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. പഠിക്കേണ്ടത് ആ സ്ക്രീനിലുണ്ട്. ആ സ്ക്രീനിൽ എന്താണുള്ളത് അത് മാത്രം പഠിക്കാം. ബാക്കിയൊക്കെ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന നുറുങ്ങുകളാണ്. മറ്റതിനോടൊക്കെ എന്താ പറയാ, മറ്റതിനോടൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഓർത്തു വെക്കുക. അതേസമയം സ്ക്രീനിൽ എന്താണുള്ളത് അത് അതേപോലെ തന്നെ പഠിച്ചു. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോബ്ലറ്റ് സെൽസിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലെ? ഫങ്ഷൻസ് ഓഫ് ഗോബ്ലറ്റ് സെൽസ്. ഇവിടെ ആക്ച്വലി ഗോബ്ലറ്റ് സെൽസിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ഇന്റസ്റ്റൈനിലുള്ള ഗോബ്ലറ്റ് സെൽസും അത് ഉൽപ്പാദിപ്പിക്കുന്ന സെക്രീഷനെ കുറിച്ചൊക്കെയാണ് അറിയേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റസ്റ്റൈനിലെ ഗോബ്ലറ്റ് സെൽസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യം ഇന്റസ്റ്റൈനൽ ഗ്ലാൻഡ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം, അല്ലാതെ എനിക്ക് കഴിയില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആക്ച്വലി ഗ്ലാൻസ് ആയിട്ട് പറയേണ്ടതില്ല. എന്നിരുന്നാലും ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആകുള്ളൂ, കൺസെപ്റ്റ് മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് ഇന്റസ്റ്റൈനൽ ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇന്റസ്റ്റൈനിൽ ഇങ്ങനെ ഒരുപാട് വില്ലയൊക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ വില്ലസിന്റെ ഇടയിലായിട്ട് കാണാൻ കഴിയുന്ന സിമ്പിൾ ട്യൂബുലാർ ഗ്ലാൻസിനെ വിളിക്കുന്ന പേരാണ് ഇന്റസ്റ്റൈനൽ ഗ്ലാൻസ്. ഫോക്കസ് ഏരിയ അല്ലെങ്കിൽ പോലും ഞാൻ ഗോബ്ലറ്റ് സെൽസിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്, അല്ലെ? അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ടൈപ്പ് ഗ്ലാൻസ് കാണും അത്രേ. ആരൊക്കെയാണ് ഈ 2 ടൈപ്പ് ഗ്ലാൻസ്? ഒന്ന് ക്രിപ്സ് ഓഫ് ലിബർകൂൻ. വേണ്ടായിരുന്നു സർ, അല്ലെ? ഓക്കെ, ക്രിപ്സ് ഓഫ് ലിബർകൂൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പ്രത്യേകിച്ച്. ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഴി, താഴ്ച എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഈ വില്ലസിനിടയിൽ എന്തുണ്ട്? ഒരു കുഴി കാണാം. വില്ലസ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്. അതിനിടയിൽ എന്താണ്? ചില ഡെപ്ത്, ഡീപ്പായിട്ട് താഴേക്ക് പോകുന്ന കാണാൻ പറ്റും. അത് സബ്മ്യൂക്കോസ വരെ നിൽക്കും അത്ര, അങ്ങ് താഴേക്ക് എത്തുന്ന രൂപത്തിലേക്ക്. ആ കുഴികളെ, ആ ക്രിപ്റ്റുകളെ വിളിക്കുന്ന പേരാണ് ക്രിപ്സ് ഓഫ് ലിബർകൂൻ. ആക്ച്വലി ക്രിപ്സ് ഓഫ് ലിബർകൂൻ എന്നുള്ളത് ഫോക്കസ് ഏരിയ അല്ലാത്തതുകൊണ്ട് ആ പേര് നിങ്ങൾ ഓർത്തില്ലെങ്കിലും ഒരു പക്ഷേ എക്സാമിന് വന്നേക്കാം, പഠിച്ചു നോക്കുന്ന ആൾക്കാർക്ക് എഴുതാൻ പറ്റും, അല്ലെ? അപ്പൊ ക്രിപ്സ് ഓഫ് ലിബർകൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്രിപ്റ്റ് ആണ്, ആ പിറ്റുകളാണെന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെയാണ് ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വന്നത്? ആ ക്രിപ്സ് ഓഫ് ലിബർകൂനിലാണ് നമുക്ക് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന സെല്ലുകളായ ഗോബ്ലറ്റ് സെൽസ് ഉള്ളത്. അപ്പൊ നമുക്ക് ഫങ്ഷൻസ് ഓഫ് ഗോബ്ലറ്റ് സെൽസ് ഇവിടെ തന്നെ കിട്ടിയല്ലോ. എന്താ? ഗോബ്ലറ്റ് സെൽസ് ക്യാൻ സെക്രീറ്റ് മ്യൂക്കസ്. ഈ ക്രിപ്റ്റിൽ മറ്റൊരാളും ഉണ്ട് കേട്ടോ, എൻസൈമുകളെ സെക്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പാനറ്റ് സെൽസും ഉണ്ട്. ഫോക്കസ് ഏരിയ അല്ല, എന്നിരുന്നാലും നമ്മൾ ഓർത്തു വെക്കുക. ഏതായാലും എന്താണ്? എവിടെ നിന്നാണ് ഈ ഗോബ്ലറ്റ് സെൽസ്, മനസ്സിലാക്കണേ, എവിടെ നിന്നാണ് ഈ ഗോബ്ലറ്റ് സെൽസ് നമ്മുടെ ഇന്റസ്റ്റൈനിൽ വന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്റസ്റ്റൈനൽ ഗ്ലാൻഡിന്റെ ഭാഗമായ
ക്രിപ്സ് ഓഫ് ലിബർക്കൂനിൽ കാണാൻ കഴിയുന്ന ഗോബ്ലറ്റ് സെൽസിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇനി ആ ഇന്റസ്റ്റൈനൽ ഗ്ലാൻസ് അങ്ങ് പൂർണ്ണമാകണമെങ്കിൽ ആക്ച്വലി ഒരു സെല്ല് കൂടെ പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡ് കൂടെ പറയേണ്ടതുണ്ട്. അത് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് എന്നാ വിളിക്കുക. ഞാനിത് അവസാന ഭാഗത്തും ഈ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡിനും മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഗോബ്ലറ്റ് സെല്ലുകൾ ചെയ്യുന്നത് പോലെ തന്നെ ബ്രണ്ണർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഡിയോഡിനൽ ഗ്ലാൻഡ് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അവയും എവിടെ കാണുന്നത്? സബ്മ്യൂക്കോസ ഓഫ് ഡിയോഡിനം, ഡിയോഡിനത്തിന്റെ സബ്മ്യൂക്കോസയിൽ. ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വണ്ടടിച്ചിരിക്കരുത്. മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ ഇന്നർ മോസ്റ്റ് ലെയർ ആണ്, അതിന്റെ മുള്ളിലായിട്ടുള്ള ലെയർ ആണ് സബ്മ്യൂക്കോസ. അവിടെ കാണാൻ പറ്റുന്ന ഗ്ലാൻഡ് ആണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. ഈ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡിന് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ മ്യൂക്കസ് ഉണ്ടാക്കാൻ ഇന്റസ്റ്റൈനിൽ ആരൊക്കെ ഉണ്ട്? ഗോബ്ലറ്റ് സെൽസ് ഉണ്ട്, ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് ഉണ്ട്. അതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫങ്ഷൻസ് ഓഫ് ഗോബ്ലറ്റ് സെൽസ് ഇത്രയും നമ്മൾ ഓർത്തു വെക്കാനുള്ളൂ. ഞാൻ എന്റെ കുറച്ചുകൂടെ കണ്ടിന്യൂഷൻ പരിചയപ്പെടുത്താം. വെയിറ്റ്. ഈ രീതിയിൽ വരുന്ന ഇന്റസ്റ്റൈനൽ ഗ്ലാൻസിന്റെ സെക്രീഷൻസിന്റെ പ്രത്യേകത എന്നതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഇന്റസ്റ്റൈനൽ ഗ്ലാൻഡ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ചു. അവിടെ ഗോബ്ലറ്റ് സെൽസ് ഉണ്ട്, അതേപോലെ തന്നെ നേരത്തെ പരിചയപ്പെടുത്തിയ പാനറ്റ് സെൽസ് ഉണ്ട്. ഈ പാനറ്റ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈം ഉണ്ടാക്കുന്നവയാണ്. കൂടാതെ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡും ഉണ്ട്. ഇവയെല്ലാം ചേർന്ന്, ഈ ഗ്ലാൻഡുകളെല്ലാം ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷനെ, അതാണ് നമ്മൾ ഫോക്കസ് ഏരിയയിൽ അടുത്ത പോയിന്റ്, അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? അതായത് ഇന്റസ്റ്റൈനൽ ജ്യൂസ് എന്നറിയപ്പെടുന്ന ഇന്റസ്റ്റൈനിലെ എല്ലാ ഗ്ലാൻഡ്സും ചേർന്നുണ്ടാക്കുന്ന സെക്രീഷനായ സക്കസ് എൻറ്ററിക്കസ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാട്ടെ. അതാണ് അവിടെ ഫോക്കസ് ഏരിയ. അപ്പൊ എന്താണ് സക്കസ് എൻട്രിക്കസ് എന്ന് പറയേണ്ടത്? നമ്മൾ സക്കസ് എൻട്രിക്കസ് എന്താന്ന് ഇവിടെ പറയാം. ഇന്റസ്റ്റൈനൽ ഗ്ലാൻഡ്സിന്റെ സെക്രീഷനെ വിളിക്കുന്ന പേരാണ് സക്കസ് എൻറ്ററിക്കസ്. അതിന് മറ്റൊരു പേരെന്താ? ഇന്റസ്റ്റൈനൽ ജ്യൂസ്, അല്ലെ? ഇതിനാണ് ഇത്ര വലിയ പേര് കൊടുത്തത്. കുഴപ്പമില്ല. എൻറ്ററിക്കസ് എന്ന് പറഞ്ഞാൽ എൻജിറോളജി, ഇന്റസ്റ്റൈനുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ഒരു പക്ഷേ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് കാണാം, ഗ്യാസ്ട്രോ എൻട്രോളജി. ഗ്യാസ്ട്രോ സ്റ്റൊമക് ആണ്, അതുകൊണ്ടാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്ന് പേര്. എൻറ്ററോളജി ഇൻറ്റസ്റ്റൈൻ ആണ്. അപ്പൊ നമ്മുടെ എലിമെന്ററി കനാലിനെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് വിളിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാരണം എവിടെ നിന്നാണ് ഈ സക്കസ് എൻറ്ററിക്കസ് എന്ന വാക്ക് കിട്ടിയതെന്നാണ്, അല്ലെ? അപ്പം ഇന്റസ്റ്റൈനൽ ജ്യൂസിന്റെ പേരാണ് സക്കസ് എൻറ്ററിക്കസ്. അപ്പൊ നമ്മൾ ഫങ്ഷൻസ് ഓഫ് ഗോബ്ലറ്റ് സെൽസ് ഓൾറെഡി പറഞ്ഞ് മ്യൂക്കസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനിയോ ഈ സക്കസ് എൻറ്ററിക്കസിന്റെ പ്രത്യേകത എന്താ? ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ബ്രഷ് ബോർഡർ സെൽസ് ഓഫ് മ്യൂക്കോസ. ഓക്കെ, എലോങ് വിത്ത് ഗോബ്ലറ്റ് സെൽസ്. നേരത്തെ ക്രിപ്സിൽ കണ്ടിരുന്ന ഗോബ്ലറ്റ് സെൽസും അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാനറ്റ് സെൽസും ഇതൊക്കെ ചേർന്നിട്ട് ഈ ബ്രഷ് ബോർഡർ സെൽസ് എന്ന് വിളിക്കാം. ബ്രഷ് ബോർഡർ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? അതിന്റെ പുറത്ത് വളരെ മൈന്യൂട്ടായ എന്താ പറയാ മൈക്രോവില്ലായി പോലുള്ള ഭാഗങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ബ്രഷ് ബോർഡർ സെൽസ് എന്ന് പറയുന്നത്, അല്ലെ? ആ സെല്ലുകളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരെ? സക്കസ് എൻട്രിക്കസിന്. ഇനിയാണ് പ്രത്യേകത. സക്കസ് എൻട്രിക്കസിൽ ആരൊക്കെയുണ്ട്? ആക്ച്വലി ഡൈജഷൻ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് സക്കസ് എൻട്രിക്കസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? കാരണം ഇന്റസ്റ്റൈനൽ ജ്യൂസിലെ, വൺസ് അഗൈൻ, ഇന്റസ്റ്റൈനൽ ജ്യൂസിലെ എൻസൈമുകളാണ് ഏതൊരു ഫുഡ് ഐറ്റംസിനെയും അതിന്റെ ഫൈനൽ ഡൈജഷന് വിധേയമാക്കുന്നത്. സക്കസ് എൻട്രിക്കസിൽ കാണാൻ കഴിയുന്ന എൻസൈംസ് എന്ന് പറയുമ്പോൾ ഡൈസാക്രിഡേസ്, ഡൈസാക്രൈഡ്സ് അല്ല, ഡൈസാക്രിഡേസ്. ഡൈസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ മോണോസാക്രൈഡുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഷുഗർ മോളിക്യൂളാണ് ഡൈസാക്രൈഡുകൾ. ആ ഡൈസാക്രൈഡുകളെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എൻസൈമുകളാണ് ആര്? ഡൈസാക്രിഡേസ്. ഡേസ് അവസാനം എയ്സ് ആണ് വന്നത്. എൻസൈമുകൾ ആരൊക്കെയായിരിക്കും ഇത്? മാൾട്ടേസ്, ലാക്ടേസ്, സൂക്രേസ്. ഞാനൊന്ന് വിശദീകരിക്കട്ടെ എന്താ ഇവയുടെ ഫംഗ്ഷൻ എന്നുള്ളത്. നമ്മൾ വായിൽ വെച്ചുകൊണ്ട് ഭക്ഷണം എന്താണ് ചവച്ചരക്കാൻ തുടങ്ങുന്ന സമയത്തും അതേപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസിലെ അമിലോപ്സിൻ എന്നുള്ള എൻസൈംസിന്റെ ഫംഗ്ഷൻ കൊണ്ടൊക്കെ നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ചായി മാറുന്ന ആദ്യത്തെ ഡൈസാക്രൈഡ് ആണ് മാൾട്ടോസ്. അപ്പൊ ആരാ മാൾട്ടോസ്? മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഷുഗർ മോളിക്യൂൾ, അതായത് രണ്ട് മോണോസാക്രൈഡുകൾ ചേർന്നുണ്ടാകുന്ന ഡൈസാക്രൈഡ് ആണ് ആര്? മാൾട്ടോസ്. ഈ മാൾട്ടോസിനെ ബ്രേക്ക് ചെയ്ത് രണ്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് ആവശ്യമായ എൻസൈമാണ് മാൾട്ടേസ്. അപ്പൊ മാൾട്ടേസിന്റെ പണി കിട്ടിയില്ലേ? അതായത് സ്റ്റാർച്ച് ഫൈനലി ഗ്ലൂക്കോസ് ആകണമെങ്കിൽ ആര് വേണം?
ഒന്നാമത്തെ ഘട്ടത്തിൽ അമലേസ് എന്നുള്ള എൻസൈമും രണ്ടാമത്തെ ഘട്ടത്തിൽ മാൾട്ടേസും വേണം. ഈ മാൾട്ടേസ് ഫംഗ്ഷൻ ചെയ്യാൻ സ്മോൾ ഇൻറ്റസ്റ്റൈനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏത് ഫുഡ് ഐറ്റംസിന്റെയും ഫൈനൽ ഡൈജഷൻ അല്ലെങ്കിൽ ഡൈജഷനിലൂടെ കിട്ടുന്ന എൻ പ്രോഡക്റ്റ് നമുക്ക് എവിടെ കിട്ടും? അബ്സോർബിൾ ആയ ഫോം ആവണ്ടേ? നമ്മുടെ ശരീരത്തിലേക്ക് എന്താണ്? ബ്ലഡിലേക്കും ലിംഫിലേക്കും അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആയി മാറണ്ടേ? അങ്ങനെ മാറുന്നത് എവിടെ വെച്ചാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അതിനെ സഹായിക്കുന്ന ജ്യൂസ് ആണ് സക്കസ് സെൻട്രിക്കസ്. അപ്പൊ അതിൽ എൻസൈമാണ് മാൾട്ടേസ്. മറ്റൊന്ന് നോക്കുക, ലാക്ടേസ്. എന്തായിരിക്കും ലാക്ടേസ് എന്ന് പറഞ്ഞാൽ? ലാക്ടോസിനെ ബ്രേക്ക് ചെയ്യണം. അപ്പൊ എവിടെയാ ലാക്ടോസ് ഉണ്ടാകുക? പാലിൽ ലാക്ടോസ് കാണും. പാലിലെ പഞ്ചസാരയാണ് ലാക്ടോസ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ചെറിയ ക്ലാസ്സിലൊക്കെ. ഓക്കെ, അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ലാക്ടേസ് വേണം. ഇനി സൂക്രേസ്. എന്താ? സാധാരണ കരിമ്പിൻ പഞ്ചസാരയെ വിളിക്കുന്ന പേരാണ് സൂക്രോസ്. ഇത് നമ്മൾ കഴിക്കുന്ന മധുരമുള്ള ഒരുപാട് ഫ്രൂട്ട്സിലും മറ്റൊക്കെ ഈ സൂക്രോസ് ഉണ്ടാകും, പലഹാരങ്ങളിലൊക്കെ ഉണ്ടാകും സൂക്രോസ്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഫ്രക്ടോസും ഗ്ലൂക്കോസും രണ്ട് മോണോസാക്രൈഡ് യൂണിറ്റ് ആണ്. അങ്ങനെ മാറ്റുന്ന എൻസൈമാണ് സൂക്രേസ്. ഇതിന്റെ ഒന്നും ഫംഗ്ഷൻ നിങ്ങൾ എന്താ പറയാ, ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ബേജാറാകേണ്ടതോ അല്ലെങ്കിൽ ഇതൊക്കെ ഫോക്കസ് ഏരിയയിൽ ഉണ്ടോ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഞാനിത് പറയാണ്. ഡൈസാക്രിഡേസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള രണ്ട് മോണോസാക്രൈഡ് ചേർന്നിരിക്കുന്ന ഡൈസാക്രൈഡുകളെ ഫൈനലി എൻ പ്രോഡക്റ്റ് ആയ മോണോസാക്രൈഡ് ആക്കി, അത് ഗ്ലൂക്കോസ് ആകാം, ഗാലക്ടോസ് ആകാം, ഫ്രക്ടോസ് ആകാം, ഇവയൊക്കെ ആക്കി മാറ്റാൻ കഴിയുന്നവയാണ് ഇവയെന്ന് ആദ്യം ഓർത്തു വെക്കുക. ഇനി ആരാളുള്ളത്? ഡൈപെപ്റ്റിഡേസ്. ആരാ? ഡൈപെപ്റ്റിഡേസ്. ഞാൻ പറഞ്ഞു നേരത്തെ ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്, അതൊക്കെ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അല്ലേ? അപ്പൊ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമുകൾ ആരാക്കിയിട്ടേ മാറ്റുള്ളൂ? ഡൈപെപ്റ്റൈഡ് ആക്കിയിട്ടേ മാറ്റുള്ളൂ. എന്ന് വെച്ചാൽ രണ്ട് അമിനോ ആസിഡുകൾ കൂടി ചേർന്ന ഒരു യൂണിറ്റ് ആക്കിയിട്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. എന്നാൽ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രോട്ടീന്റെ ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ എൻ പ്രോഡക്റ്റ് ഓഫ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ആണ്. അതാണ് അബ്സോർബബിൾ ഫോം. ആ അബ്സോർബബിൾ ഫോമിലേക്ക് മാറ്റുന്നത് ആരാണെന്ന് മനസ്സിലാക്കണം. ഡൈപെപ്റ്റിഡേസ് ആണ്. ഡൈപെപ്റ്റിഡേസ്. അപ്പൊ ഈ ഡൈപെപ്റ്റിഡേസ് എന്താ ചെയ്യുന്നുണ്ടാകുക? നേരത്തെ പാൻക്രിയാറ്റിക് ജ്യൂസ് ഡൈപെപ്റ്റൈഡ് ആക്കി മാറ്റിയിരിക്കുന്നവയെ ബ്രേക്ക് ചെയ്ത് അമിനോ ആസിഡുകളാക്കി മാറ്റിക്കളയും. പിന്നെ ലിപ്പേസ് ആണുള്ളത്. ലിപ്പേസിന്റെ പണി നിങ്ങൾക്കറിയാം, ലിപ്പിഡ് ഡൈജഷൻ ആണ് അല്ലെ? ലിപ്പിഡിനെ ഫൈനലി അത് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടത് ലിപ്പിഡ് ഡൈജഷൻ എന്ന് പറയുന്ന സമയത്ത് അല്ലെ, ആദ്യഘട്ടത്തിൽ എന്താണ് പിന്നെ ലിപ്പിഡ് ബ്രേക്ക് ചെയ്തിട്ട് ട്രൈഗ്ലിസറൈഡ് ആയിരിക്കും, അത് ഡൈഗ്ലിസറൈഡ് ആക്കി മാറ്റും, പിന്നെ മോണോഗ്ലിസറൈഡ് ആക്കി മാറ്റും. അതൊക്കെ ബയോമോളിക്യൂൾ പഠിച്ചിട്ടുണ്ട്. മോണോഗ്ലിസറൈഡ് ആക്കി മാറ്റും, പിന്നീട് ഫാറ്റി ആസിഡ് വേറെ, ഗ്ലിസറോൾ വേറെ, അങ്ങനെ ആക്കി മാറ്റാം. അതൊക്കെ എന്താണ്? ഈ ലിപ്പേസ് തന്നെയാണ് ചെയ്യുക, ഘട്ടം ഘട്ടമായിട്ട് ചെയ്തോളൂ. ഇനിയോ ന്യൂക്ലിയോട്ടിഡേസ് ആൻഡ് ന്യൂക്ലിയോസിഡേസ്. ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ DNA RNA ഇല്ലേ, ന്യൂക്ലിക് ആസിഡുകൾ, അവയെ ബ്രേക്ക് ചെയ്ത് ന്യൂക്ലിയോടൈഡുകളെ ബ്രേക്ക് ചെയ്തിട്ട് ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും ആക്കി മാറ്റാം. ന്യൂക്ലിയോസൈഡുകളെ ബ്രേക്ക് ചെയ്തിട്ട് ന്യൂക്ലിയോസിഡേസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോസൈഡുകളെ ബ്രേക്ക് ചെയ്തിട്ട് ഫൈനലി നമ്മുടെ പെൻറ്റോസ് ഷുഗറും അതേപോലെ തന്നെ നൈട്രജൻ ബേസും ആക്കി മാറ്റാം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ DNA ഡൈജസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്ന, ഞാൻ ഒരുപാട് വിശദീകരിച്ച് നിങ്ങളെ കൺഫ്യൂസിംഗ് ആക്കുന്നില്ല, DNA ഡൈജസ്റ്റിന് ആവശ്യമായിരിക്കുന്ന എൻസൈമുകളാണ് ന്യൂക്ലിയോട്ടിഡേസും അതേപോലെ ന്യൂക്ലിയോസിഡേസും എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ സക്കസ് സെൻട്രിക്കസ് എന്നറിയപ്പെടുന്ന നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനകത്തുള്ളത്. സക്കസ് സെൻട്രിക്കസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് എന്താ പറയാ, നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഗോബ്ലറ്റ് സെൽസ് അല്ലെ, ആ ഗോബ്ലറ്റ് സെൽസിന്റെ മ്യൂക്കസ് യഥാർത്ഥത്തിൽ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് കൂടെ അവസാനം പറയാണ്. അപ്പോൾ സക്കസ് സെൻട്രിക്കസിന്റെ കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്നുകൂടെ, അതായത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മ്യൂക്കസിന്റെ പ്രത്യേകത. ദ മ്യൂക്കസ് എവിടുന്ന ഉണ്ടാകുന്നത്? ഗോബ്ലറ്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, എലോങ് വിത്ത് ബൈകാർബണേറ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബൈകാർബണേറ്റ് നമുക്ക് സ്റ്റൊമക്കിൽ മാത്രമല്ല എവിടെയുണ്ട്, നമുക്ക് ഇൻറ്റസ്റ്റൈനിലും കാണാൻ പറ്റുന്നുണ്ട്. ഫ്രം പാൻക്രിയാസ്. ഇവിടെ എവിടുന്ന് കിട്ടുന്ന ബൈകാർബണേറ്റ് ആണ്? പാൻക്രിയാസ് കിട്ടുന്ന ബൈകാർബണേറ്റ് ആണ്. അവിടെ പ്രൊട്ടക്ട് ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ ഫ്രം ആസിഡ്. അപ്പൊ സംശയം തോന്നും, അതെവിടുന്ന ആസിഡ് വരുന്നത്? ആക്ച്വലി സ്റ്റൊമക്ക് എന്നുള്ള സെക്രീഷൻ അങ്ങനെ തന്നെ എന്താണ്, പൈലോറിക് റീജിയൻ ഓഫ് സ്റ്റൊമക്കിൽ നിന്ന് കംപ്ലീറ്റ് എന്താണ്, അത് പിന്നീട് ഇൻറ്റസ്റ്റൈനിലേക്ക് ഡിയോഡിനത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ എന്താണ്, സ്റ്റൊമക്കിലുള്ള ആസിഡ് അതേപോലെ തന്നെ എവിടെയും എത്തും, നമ്മുടെ ഡിയോഡിനത്തിലും വരും. അതുകൊണ്ട് അവിടെയും ആസിഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവയെ പ്രൊട്ടക്ട് ചെയ്യാനും ആർക്ക് പറ്റും? ഈ മ്യൂക്കസിനും അതേപോലെ ബൈകാർബണേറ്റിനും കഴിയും. അത് മാത്രമല്ല എന്താണ്, ഈ സക്കസ് സെൻട്രിക്കസിൽ കാണാൻ കഴിയുന്ന എൻസൈമുകൾക്കൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ആൽക്കലൈൻ മീഡിയം ആവശ്യമുണ്ട്. 7.8 ആണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ അല്ലെങ്കിൽ ഡിയോഡിനത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന ആൽക്കലൈൻ മീഡിയം. അങ്ങനെ ആ മീഡിയത്തിൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റിക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ആൽക്കലൈനിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ആരുടെ റോളാണ്? ബൈകാർബണേറ്റ് റോളാണ്. അത് ബൈകാർബണേറ്റ് ചെയ്യുന്നത്, പ്രൊട്ടക്ഷൻ മ്യൂക്കസ് ചെയ്തോളൂ അല്ലെ. അപ്പൊ ഈ ഫങ്ഷൻസ് നിർവഹിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഗ്ലാൻഡ് കൂടെ ഉണ്ട്. ആരാ? ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്, സബ് മ്യൂക്കോസൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്.
ഈ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡും മ്യൂക്കോസ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ പ്രോസസ്സുകൾക്ക് ആവശ്യമായ ഹെൽപ്പ് ചെയ്തോളും. ഓക്കെ, കാരണം മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കാൻ ആർക്കും പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന ബ്രണ്ണേഴ്സ് ഗ്ലാൻഡിനും പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗോബ്ലറ്റ് സെൽസിന്റെ ഫംഗ്ഷൻ നമ്മൾ അവസാനിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ കൂടെ പറഞ്ഞു വെക്കണം അല്ലെ. അത് മ്യൂക്കസ് ഉണ്ടാക്കുന്നു, അതേപോലെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനകത്ത് അല്ലെങ്കിൽ ഡിയോട്ടിനകത്തിനകത്ത് ബൈകാർബണേറ്റും അവൈലബിൾ ആണ്, പാൻക്രിയാസിന് കിട്ടുന്നതാണ്. അങ്ങനെ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസെ ആസിഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ അവിടെയുള്ള എൻസൈമുകളുടെ ആക്ടിവിറ്റിക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ആൽക്കലൈൻ മീഡിയം 7.8 എന്നുള്ള ആൽക്കലൈൻ മീഡിയം പ്രൊവൈഡ് ചെയ്യാനും അവയ്ക്ക് പറ്റുന്നു. ഈ ഫംഗ്ഷൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡും സഹായിക്കുന്നു. ഇതാണ് ആക്ച്വലി ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ. അപ്പൊ ആക്ച്വലി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനു മുമ്പ് ഗ്ലാൻസിനെ കുറിച്ച് പറഞ്ഞ്, അതിനുശേഷം ഓരോ ഗ്ലാൻസിന്റെയും സെക്രീഷൻ പറഞ്ഞ്, ഇനി ഓരോ സെക്രീഷൻസിലും അടങ്ങിയിരിക്കുന്ന എൻസൈംസ് ഫുഡ് ഐറ്റംസിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ ചർച്ച ചെയ്യുന്നതിനെയാണ് നമ്മൾ ചുരുക്കിയിട്ട് 4 കുഞ്ഞു പോയിന്റുകളാക്കി മാറ്റിയിരിക്കുന്നത്. സോ ഡോണ്ട് ഫോർഗെറ്റ് any point from this particular area. ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നത് മറന്നു പോകരുത്. ഞാൻ സ്ക്രീനിൽ എന്താണോ കാണിച്ചിരിക്കുന്നത് നിർബന്ധമായിട്ടും അത് ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ പ്രസന്റേഷനിലെ കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് നോട്ട്സിൽ പകർത്തി വെക്കുകയും അതേപോലെ തന്നെ പഠിക്കാനും ശ്രദ്ധിക്കുക. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു യു.